അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങളിൽ കഴിയുന്ന മുഅ്മിനീങ്ങൾക്ക്, വിശേഷ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, പിഞ്ചുമക്കളടക്കമുള്ള ആ ജനതയ്ക്ക് അല്ലാഹു തആല പരിപൂർണമായ മോചനവും സലാമത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു തആല വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുടുംബത്തിനും അല്ലെങ്കിൽ ഒരു ഭവനത്തിനും ഒക്കെ നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മുടെയൊക്കെ വീടുകളിലും കുടുംബങ്ങളിലുമൊക്കെ അയൽവാസിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് എത്രത്തോളം ജാഗ്രത പാലിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സംസ്കാരം, അത് വിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കളുണ്ട്, അതോടൊപ്പം നമ്മുടെ അയൽവാസിയായ കുഞ്ഞുമക്കളും ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് ആ കുഞ്ഞുങ്ങൾ കടന്നു വന്നാൽ നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ കയ്യിൽ എന്തെങ്കിലും പാത്രത്തിൽ എന്തെങ്കിലും മിഠായിയോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ മക്കൾ. അപ്പോഴാണ് ദൂരെ നോക്കുമ്പോൾ അയൽവാസിയുടെ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും നാം എന്തായിരിക്കും പറയുന്നത്? നമ്മുടെ കുഞ്ഞിന് നാം നൽകുന്നൊരു സന്ദേശമുണ്ടല്ലോ, എന്തായിരിക്കും? നമ്മുടെ വീട്ടിലുള്ള മക്കൾ നമ്മുടെ പാത്രത്തിൽ, അവരുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ നിന്നും മിഠായിയോ മിച്ചറോ എന്തോ ആകട്ടെ, കപ്പലണ്ടിയോ നമ്മുടെ മക്കൾ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ അയൽവാസിയുടെ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഉമ്മയും വാപ്പയും സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നത് എന്തായിരിക്കും? പറയും, എന്തായിരിക്കും? അങ്ങനെ പറയൂ? അങ്ങനെ കൊടുക്കാൻ പറയുമെങ്കിൽ എന്താണ്? അതാ വേണ്ടത്. പക്ഷെ സ്വാഭാവികമായിട്ടും അത് 50% ഉള്ളൂ. 50% രക്ഷകർത്താക്കളും നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ പെട്ടെന്ന് കൊണ്ടുവയ്ക്ക്, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞു വരുന്നു, കാണിക്കരുത്. പറയും, ഇപ്പോഴും പറയും. ആഹാരത്തിന്റെ വിഷയത്തിലല്ല, പറയും. ആഹാരം എത്ര തലയ്ക്കുമിത ഉണ്ടെങ്കിലും ഇപ്പോഴും പറയും. നമ്മുടെ ചെവി കൊണ്ട് കേട്ട കാര്യമാണല്ലോ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ പരിസരങ്ങളിലൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ഉള്ള വീടാണെങ്കിലും എന്തു പറയും? അപ്പുറത്തെ വീട്ടിലെ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് നാം നൽകുന്ന സന്ദേശം എന്തെന്നറിയോ? അവിടെ ആ കുഞ്ഞു ഹൃദയങ്ങളിൽ പതിപ്പിക്കുന്ന ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത്, മോനെ പെട്ടെന്ന് കൊണ്ടുവയ്ക്ക്, അത് പോയിട്ട് നമുക്ക് കഴിക്കാം. ഇതേ പറയുള്ളൂ. പറയൂല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല ഈ കാലഘട്ടത്തിൽ. മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന സന്ദേശം, യാ ആയിഷ ഇദാ ദഖല അലൈക സുബിയു ജാരിക, നിന്റെ വീട്ടിലേക്ക് നിന്റെ അയൽവാസിയായ ഒരു കുഞ്ഞ് കടന്നു വന്നാൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫളഅ ഫി യദിഹി ശൈഅൻ, ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് നീ എന്തെങ്കിലും ഒരു സമ്മാനം വെച്ചു കൊടുക്കണേ ആയിഷ. ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് നിന്റെ വീട്ടിൽ നിന്നുള്ള മിഠായിയോ കപ്പലണ്ടിയോ മിച്ചറോ എന്തൊക്കെ ആകട്ടെ, ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് നീ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കണം. ഫഇന്ന ദാലിക യജുറു മവദ്ദതൻ, അത് ആ കുഞ്ഞിന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുവരുന്നതിന് കാരണമായി തീരും ആയിഷ. അതുകൊണ്ട് നീ വീട്ടിന്റെ അകത്തേക്ക് അയൽവാസിയുടെ കുഞ്ഞ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവെക്കും മോനെ എന്നല്ല പറയേണ്ടത്, അതിന്റെ ഉള്ളതിന്റെ ഒരു പങ്ക് മോനെ അവനും കൂടി നീ കൊടുക്കണേ മോനെ എന്ന് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു തആല അത്തരത്തിൽ ആ കുഞ്ഞുങ്ങളോടും നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തിനോടുമൊക്കെ ദീനിന്റെ പരിശുദ്ധമായ തിരുസുന്നത്തുകളും സംസ്കാരങ്ങളും ഒക്കെ വളർത്തി ഉത്തമ സമൂഹമായി സമുദായമായി മാറാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.